കൂട്ടുകാരെ, അപ്പോൾ അതേ നമ്മൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി അങ്ങോട്ട് മാറ്റിയിട്ട് ഇരുമ്പട്ടി വെച്ചെടുക്കാം. പഴം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇരുമ്പട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ അത് 3 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതേ പഴം നെയ്യ് കിടന്ന് ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ മിക്സിയിലേക്ക് തേങ്ങ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലായിട്ട് നമുക്ക് ചേർക്കാം. ഈ തേങ്ങ മൊത്തമായിട്ട് നമുക്ക് ചേർക്കാം. ഞാൻ തേങ്ങ പാലായിട്ടെടുക്കുന്നില്ല, അങ്ങ് ചേർക്കണം. മറന്നുപോയി കൂട്ടുകാരെ, ആദ്യം ശർക്കരപ്പാനി ഒഴിക്കണം. ശർക്കരപ്പാനി ഒഴിക്കട്ടെ. ശർക്കരപ്പാനിത്തെ ഇതുപോലെ അരിച്ചൊഴിക്കണം. കണ്ടോ, അതിൻ്റെ പൊടിയെടുക്കൊക്കെ ഞങ്ങൾ അരിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യും ശർക്കരയൊക്കെ ആയിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതേ നമ്മൾ പഴം ശർക്കരയായിട്ട് അങ്ങോട്ട് കിടന്ന് വെന്ത് നല്ല ഇതായി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ തേങ്ങ അരച്ചൊറ്റേക്കുന്ന അതിൽ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് തിളക്കണ്ട, ഒന്ന് റെഡിയാവട്ടെ. നമുക്ക് ശകലം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അതേ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഏലക്ക, അതിട്ട് കൊടുത്ത് ഇനി നമുക്കൊന്ന് ഇളക്കി എടുക്കാം. ഇതിഷ്ടമുള്ള പേര് വെച്ച് വിളിക്കാം. പഴം പായസമല്ലോ, അങ്ങനെന്തോളെങ്കിലും വിളിക്കാം മക്കളെ. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കി കൂട്ടുകാരെ. അങ്ങനെ ഇവിടെ എൻ്റെ പഴം പായസം അല്ലെങ്കിൽ പഴം നുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ